ഇപ്പോൾ ഗവർണറുടെ ആവശ്യം തള്ളിയിരിക്കുകയാണ് നിയമസഭ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. നേരത്തെ ഗവർണർ പറഞ്ഞത് നയപ്രഖ്യാപനത്തിൽ ഗവർണർ വായിച്ചതും ഗവർണർ വിട്ടുകളഞ്ഞതും അതേപടി അംഗീകരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇത് സഭ അംഗീകരിക്കുന്നില്ല. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് ഇപ്പോൾ സഭ അംഗീകരിച്ചിരിക്കുന്നത്. ഗവർണറെ തള്ളിയോ രാഹേഷ്? അരുൺകുമാർ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ ആവശ്യം നിയമസഭ തള്ളുകയാണ് ചെയ്തത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ പല ഭാഗങ്ങളും ഗവർണർ വായിച്ചിരുന്നില്ല. പിന്നീട് മുഖ്യമന്ത്രി അതെന്ന് നിയമസഭയിൽ വായിക്കുകയും ചെയ്തു. അതേ തുടർന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടായി. ലോക് ഭവൻ സ്പീക്കർ എൻ ഷംസീറിന് അദ്ദേഹം വായിച്ചത് മാത്രം നയപ്രഖ്യാപന പ്രസംഗമായി കരുതണം, ബാക്കിയുള്ള ഭാഗങ്ങൾ വിട്ടുകളഞ്ഞത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ താൻ വായിച്ചതായി ഉൾപ്പെടുത്തരുത് എന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് അന്ന് കത്ത് നൽകിയിരുന്നു. അന്ന് സ്പീക്കർക്ക് കത്ത് കിട്ടുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്ക് കിട്ടി, അതുകൊണ്ട് അത് പരിഗണിക്കില്ല എന്ന് സ്പീക്കർ പറയുകയും ചെയ്തു. പിന്നീട് ലോക് ഭവനിൽ നിന്ന് ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാവണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു എന്നാണ് എൻ ഷംസീർ ഇന്ന് സഭയെ അറിയിച്ചത്. അവതരിപ്പിക്കുന്നത് എൻ്റെ സർക്കാർ, മൈ ഗവൺമെൻറ് നയങ്ങളാണ്. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ സംസ്ഥാന മന്ത്രിസഭയുടെ എയ്ഡ് ആൻഡ് അഡ്വൈസ് പ്രകാരമാണ് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ കടമ നിർവഹിക്കുന്നത്. നയപ്രഖ്യാപനത്തിൻ്റെ കരട് മന്ത്രിസഭയെ അംഗീകരിച്ച് ബഹുമാനപ്പെട്ട ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ കത്തോടുകൂടിയാണ് നൽകുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെങ്കിലോ ഭിന്നാഭിപ്രായമുണ്ടെങ്കിലോ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കാവുന്നതാണ്. ഇതാണ് മുൻകാലങ്ങളിൽ നടന്നു വന്നിട്ടുള്ളത്. ഭിന്നാഭിപ്രായം നിലനിർത്തിക്കൊണ്ട് തന്നെ ഗവർണർമാർ മന്ത്രിസഭ അംഗീകരിച്ച ഭാഗം വായിക്കുന്നതും ഗവർണർമാർ ചില ഭാഗങ്ങൾ ഒഴിവാക്കി വായിക്കുന്ന കീഴ്വഴക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം തന്നെ ബഹുമാനപ്പെട്ട സഭാധ്യക്ഷന്മാർ മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അതേപടി സഭാരേഖകളുടെ ഭാഗമാകുമെന്ന് റൂളിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കീഴ്വഴക്കങ്ങൾ പിന്തുടർന്നുകൊണ്ടുള്ള റൂളിംഗാണ് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഈ അവസരത്തിലും ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കരട് നൽകിയപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കത്ത് മുഖാന്തരമോ അല്ലാതെയോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടില്ല. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം ബഹുമാനപ്പെട്ട ഗവർണർ സ്വയം തിരുത്തി വായിക്കുന്ന നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. പാർലമെൻ്ററി വ്യവസ്ഥയിൽ ഇത്തരമൊരു നടപടി ഭരണഘടനാനുസൃതമായി കരുതാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഗവർണറുടെ വിവേചനാധികാരങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഷംഷർ സിംഗ് ആൻഡ് അനദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1974 AER 2192, നബാം റബിയ ആൻഡ് ബമാങ് ഫെലിക്സ് വേഴ്സസ് ഡെപ്യൂട്ടി സ്പീക്കർ അരുണാചൽ പ്രദേശ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് അതേഴ്സ് 2016 ആൻഡ് SCC 1 എന്നീ വിധിന്യായങ്ങളിൽ 7 അംഗ ബെഞ്ചും 5 അംഗ ബെഞ്ചും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സംവാദങ്ങളും ഡോക്ടർ BR അംബേദ്കറുടേതടക്കം അഭിപ്രായങ്ങളും ഗവർണറുടെ വിവേചനാധികാരങ്ങൾ പരിമിതമാണെന്ന കാര്യം വ്യക്തമാക്കുന്നതാണ്. പരമോന്നത നീതിപീഠം ഭരണഘടനയുടെ അനുച്ഛേദത്തിൻ്റെ വ്യാപ്തിയും ബന്ധപ്പെട്ടവരുടെ അധികാരവും എന്താണെന്ന് വിവക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നിലവിലെ നിയമമാണ്. അതിനെ പ്രസ്തുത കേസിൻ്റെ സാഹചര്യങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്താൻ കഴിയില്ല. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഇത്തരത്തിൽ മാറ്റം വരുത്തിയിരുന്ന കാര്യം അന്ന് തന്നെ ഞാൻ സഭയിൽ ഉന്നയിക്കുകയും ഗവൺമെൻറ് നിലപാട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഭരണഘടനാ വ്യവസ്ഥകളുടെയും നമ്മുടെ നിയമസഭയുടെയും ഇതര സംസ്ഥാന നിയമസഭകളിലെയും കീഴ്വഴക്കങ്ങളുടെയും പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട സ്പീക്കറും ഗവൺമെൻറ് നിലപാടിനോട് യോജിക്കുകയും സഭയിൽ റൂളിംഗ് നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ഗവർണർ തൻ്റെ പ്രസംഗം അദ്ദേഹം പ്രസംഗിച്ച രൂപത്തിൽ തന്നെ ആയിരിക്കേണ്ടതാണെന്നും അതിനുപോദ്ബലകമായി അദ്ദേഹം നിരത്തുന്ന കാരണങ്ങളടങ്ങുന്ന കത്തുകൾ സഭയുടെ പരിഗണനയ്ക്ക് വെക്കണമെന്നുമാണ് ബഹുമാനപ്പെട്ട സ്പീക്കറോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യം സംബന്ധിച്ച നമ്മുടെ സഭയുടെ കീഴ്വഴക്കം പരിശോധിച്ചാൽ
നിരവധി തവണ സമാനമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുള്ളതായി കാണാവുന്നതാണ്. 1982 ജനുവരി 29-ാം തീയതി അന്നത്തെ ഗവർണർ ജ്യോതി വെങ്കടാചലം സഭയിൽ പ്രസംഗിച്ചത് 6 മിനിറ്റ് മാത്രമാണ്. അതുപോലെ 2024 ജനുവരി 25-ാം തീയതി അന്നത്തെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ പ്രസംഗം സഭയിൽ വായിച്ചത് 1 മിനിറ്റും 22 സെക്കൻഡും മാത്രമാണ്. അതായത് മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗങ്ങളിലെ ആദ്യത്തെയും അവസാനത്തെയും ചില ഭാഗങ്ങൾ മാത്രമാണ് അവർ സഭയിൽ വായിച്ചത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർ ഉന്നയിക്കുന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ ഗവർണർമാരായിരുന്ന ജ്യോതി വെങ്കടാചലത്തിൻ്റെയും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ്റെയും പ്രസംഗങ്ങളിലെ സഭയിൽ വായിച്ച ഭാഗങ്ങൾ മാത്രമേ സഭാരേഖകളിൽ ഉണ്ടാകുമായിരുന്നുള്ളൂ. എന്നാൽ അന്നൊക്കെ തന്നെ ക്യാബിനറ്റ് അംഗീകരിച്ച ഔദ്യോഗിക നയപ്രഖ്യാപന പ്രസംഗം അതേപടി നിയമസഭാ രേഖകളിൽ ചേർക്കുന്ന കീഴ്വഴക്കമാണ് നാം പിന്തുടർന്നു വന്നിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയും കോടതി വിധികളും അനുസരിച്ച്